Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു baked macaroni and cheese അഥവാ mac and cheese ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ക്രീമിയും അതേ സമയത്ത് മുകൾ ഭാഗം കുറച്ച് ക്രഞ്ചിയുമായിട്ടുള്ള റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ടേസ്റ്റുള്ള ഒരു mac and cheese ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് അര പൗണ്ട് അതായത് ഏകദേശം 250 ഗ്രാം എൽബോ പാസ്ത അഥവാ മാക്രോണി ഇട്ടിട്ട് ഓരോരോ പാക്കേജിലുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമുക്കിത് വേവിച്ചെടുക്കാം. മാക്രോണി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ മാക്രോണി വെച്ചിരിക്കുന്നത്. അത് പറിച്ച് മറിയാതെ ശ്രദ്ധിക്കണം. 3 ടേബിൾ സ്പൂൺ ആണല്ലോ ബട്ടർ. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദ ഇടുകയാണ്. തീ ചെറുതാക്കി മീഡിയത്തിലേക്ക് ആക്കണം ഈ സമയത്ത്. എന്നിട്ട് മൈദ കരിയാതെ ഇതുപോലെ ഒരു വിസ്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കുന്ന പ്രോസസ്സിൽ വേണം നമ്മുടെ മൈദ വേവാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഈ മൈദ ഈ വെണ്ണയിൽ വെന്തിട്ട് ഒരു പച്ചമണമൊക്കെ പോയി. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് പാലൊഴിക്കാം. ഒക്കെ 3ൻ്റെ കണക്ക് ഓർത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കുറച്ചായിട്ട് ഒഴിക്കണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെണ്ണ, 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 3 കപ്പ് പാല്. ഇത് നമ്മൾ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് ഇതുപോലെ അത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. എല്ലാ പാലും കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടില്ല, അതാകെ കട്ട കെട്ടും. അപ്പം അതുകൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. തീ കൂട്ടാൻ പാടില്ല. ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് അത് കട്ടയാവാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കുന്നത് നിർത്താൻ പാടില്ല. അങ്ങനെ ഞാനിതിൽ മുഴുവൻ പാലുപ്പ് ഒഴിച്ചു. ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മാക്രോണി സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ അതിൽ നമ്മൾ പിന്നെ റിൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അതിനെ സ്ട്രെയിൻ ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. പാല് നന്നായി തിളച്ചു തുടങ്ങി. നമുക്ക് ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചീസ് ആഡ് ചെയ്യാം. ചീസ് ഞാൻ ഇവിടെ 8 ഔൺസ് ചീസാണ് എടുത്തിരിക്കുന്നത്, അര പൗണ്ട്. അതായത് നമ്മുടെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 250 ഗ്രാം. അത് അതിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ വിസ്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച മാക്രോണിയെ ഇതിൽ ചേർക്കാം. ഇതിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പപ്രിക്ക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ സാധാരണ എണ്ണയാണ് തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ മാക്രോണി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ മുകളിലിടുക. പിന്നെ ഞാനത് ഇങ്ങനത്തെ റിച്ച് ക്രാക്കേഴ്സ് എടുത്തിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ മാറി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മതിയാവും. അപ്പം അത് നമുക്കൊരു സിപ്ലോക്ക് ബാഗിലിടാം. ഒരു 10 എണ്ണം. ചപ്പാത്തിക്കോല് വെച്ചിട്ട് റെഡി. അതിന് ശേഷം ഞാൻ ഇതും കൂടി ഇതിൻ്റെ മുകളിൽ ഇതാണ്. ഇതിടുന്നതിന് ഒട്ടും മടി വിചാരിക്കണ്ട കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്, ആ ഒരു ക്രഞ്ചിനെസ്സൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 350 ഡിഗ്രി അവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
വളരെ ക്രീമി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള മാക്കറോണി ചീസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.